നമ്മുടെ വീഡിയോകോൺ ഡീറ്റെയിൽസ് ലഭിച്ചിരുന്ന ചാനലൊക്കെ ഡിഷ് ടിവിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം ചാനലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വീഡിയോകോൺ ഡീറ്റെയിൽസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡിഷ് ചാനലിനെ എങ്ങനെയാണ് സെസ് 8 ഡിഷ് ടിവിൻ്റെ ഭാഗത്ത് മാറ്റി നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ 90 ഡിഗ്രിയിലായിരിക്കണം ഡിഷ് ചാനലിൻ്റെ മുകളിലത്തെ സ്റ്റാൻഡ് വരേണ്ടത്. ഇതാണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഷ് ആൻറ്റിന. ഇപ്പോൾ നിലവിൽ വീഡിയോകോൺ ഡീറ്റെയിൽസിൻ്റെ ഭാഗത്താണ്, അതായത് ST2 88 ഡിഗ്രിയിലാണ് ഈ ഡിഷ് ആൻറ്റിന സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ കാണാം. നമുക്ക് ഡിഷ് ആൻറ്റിന ഒരു പോയിൻ്റ് താഴ്ത്തിയിട്ട് ഒരു പോയിൻ്റ് കിഴക്ക് ഭാഗത്തേക്കാണ് തിരിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോകോൺ ഡീറ്റെയിൽസിൻ്റെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അതുപോലെ LMBൻ്റെ സ്ക്യൂലും ചെറിയൊരു പോയിൻ്റ് മുകളിലേക്ക് തിരിക്കണം. ഞാനിവിടെ LMB അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നിലവിൽ ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് LMB മുകളിൽ. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് നിന്ന് കാണാം LMB അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോൾ എത്ര തിരിഞ്ഞിട്ടുള്ളതെന്ന് കാണാം. ഞാനിവിടെ ഡിഷ് ടിവിയുടെ ഭാഗത്തുള്ള സ്ട്രോങ് ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ LMB ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ കാണാം ഇത്തിരി ഒന്ന് തിരിക്കാനുള്ളൂ. ഇതേ പൊസിഷനിൽ വെച്ച് സിഗ്നൽ പിടിച്ചാലും ഈ ഒരു ഡിഷ് ആൻറ്റിന സിഗ്നൽ കയറി വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വളരെ പെട്ടെന്ന് സിഗ്നൽ കിട്ടുന്നതിന് ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്പാനർ ഉപയോഗിച്ച് 10ൻ്റെ സ്പാനർ ഉപയോഗിച്ച് ഡിഷ് ആൻറ്റിന ഇത്തിരി ഒന്ന് ലൂസാക്കുക. ഓവർ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടില്ല. ചെറിയൊരു ലൂസ് മാത്രം ആക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൈറ്റോട് കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ടൈറ്റായാലും നമുക്ക് ഡിഷ് ആൻറ്റിന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ലൂസ് വേണം, എന്നാൽ ഇത്തിരി ടൈറ്റും വേണം. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ലൂസാക്കി വയ്ക്കുക. ഞാനിവിടെ ലൂസാക്കുന്നുണ്ട്. ഞാനൊരു മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഡിഗ്രീൻ്റെയും. ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ഡിഷ് ആൻറ്റിന ഇത്തിരി ഒന്ന് താഴ്ത്തുന്നുണ്ട്. താഴേക്കാണ് ഡിഷ് ആൻറ്റി വരുന്നത്. ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് സിഗ്നലിൽ കയറി വരുന്നുണ്ട്. അതിന് കൂടെ ഞാൻ ഇത്തിരി കിഴക്ക് ഭാഗത്ത് ഡിഷ് ആൻറ്റിന അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാം ഇവിടെ ഒരു പോയിൻ്റ് തിരിഞ്ഞു പോയിട്ടുള്ളത്. ഒരു പോയിൻ്റ് താഴ്ത്തുക, അതുപോലെ ഒരു പോയിൻ്റ് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് ഡിഷ് ആൻറ്റിന മുൻപിൽ നിൽക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് സിഗ്നൽ കയറി വരുന്നത് കാണാം. നിങ്ങൾക്ക് വീഡിയോ തന്നെ സിഗ്നൽ കയറി വന്ന് കാണാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സിഗ്നൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അത് കാണാം 80, 85, 90. ഇത് നമുക്ക് സ്ക്രൂ ടൈറ്റ് ആക്കാത്തതുകൊണ്ടാണ് സിഗ്നൽ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്ക്രൂ ടൈറ്റ് ആക്കുക. മാക്സിമം എല്ലാ ഫ്രീക്വൻസിയും സിഗ്നൽ പിടിക്കണം. ഞാനിവിടെ മാക്സിമം എല്ലാ ഫ്രീക്വൻസിയും കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും 91% സിഗ്നൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോകോൺ ഡീറ്റെയിൽസിൻ്റെ ഭാഗത്തുള്ള ഡിഷ് ആൻറ്റിന ഡിഷ് ടിവിൻ്റെ ഭാഗത്ത് മാറ്റിയിട്ട് പ്രോഗ്രാം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് എല്ലാ ഫ്രീക്വൻസിയും മാക്സിമം സിഗ്നൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. എല്ലാ ഫ്രീക്വൻസിയും സിഗ്നൽ കിട്ടുന്നുണ്ട്. കൂടാതെ തൊട്ടടുത്ത സാറ്റലൈറ്റായ GSAT 15 93.5 ഡിഗ്രീൻ്റെ സിഗ്നലും നിങ്ങൾ കാണാം. 17ൻ്റെ മുകളിലേക്കുള്ള 1 മുതൽ 17 വരെ വരുന്ന ഫ്രീക്വൻസികൾ DD ഫ്രീ ഡിഷിനാണ്. അതായത് GSAT 15 93.5 ഡിഗ്രീസിലാണ്. അപ്പോൾ മാക്സിമം ഡിഷ് ടിവിയുടെ ഭാഗത്തുള്ള സിഗ്നൽ പിടിക്കുക. ഇത്തരത്തിലുള്ള ഡിഷ് ആൻറ്റിനയിൽ ഡിഷ് ടിവിയുടെ സിഗ്നൽ പിടിച്ചാലും നമ്മുടെ GSAT 15 അതായത് DD ഫ്രീ ഡിഷിൻ്റെ സിഗ്നൽ കയറി വരും. അപ്പോൾ നിങ്ങൾ ST2 88 ഡിഗ്രിയുടെ ഡിഷ് ആൻറ്റിന ഡിഷ് ടിവിൻ്റെ സാറ്റലൈറ്റ് സെസ് 8 95 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം സെറ്റ് ബോക്സ് ഓണാക്കി വർക്ക് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് ബോക്സ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 1 മുതൽ 17 വരെ വരുന്ന ഫ്രീക്വൻസികൾ നിങ്ങൾ കാണാം. എൻ്റെ ബോക്സിലുള്ളത് DD ഫ്രീ ഡിഷിൻ്റെ ഫ്രീക്വൻസിയാണ്. അതിന് 70 മുതൽ 80% വരെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഡിഷ് ടിവിയുടെ സിഗ്നലും DD ഫ്രീ ഡിഷിൻ്റെ സിഗ്നലും ഒരേപോലെ കിട്ടുന്നുണ്ട്. LMBയിൽ സ്ക്യൂവിൽ വന്ന മാറ്റം നിങ്ങൾ കാണാം. ഇപ്പോൾ ഡിഷ് ആൻറ്റിനയിൽ വന്ന മാറ്റം നിങ്ങൾ കാണാം. ഒരു പോയിൻ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരു പോയിൻ്റ് താഴ്ത്ത, ഒരു പോയിൻ്റ് കിഴക്ക് ഭാഗത്തേക്ക് തിരിക്കുക, അതായത് മുൻഭാഗത്ത് നിന്ന് വലതുഭാഗത്ത് തിരിക്കുക. LMBയുടെ സ്ക്യൂവിലും ചെറിയൊരു മാറ്റം വന്നുള്ളൂ. ഞാനിവിടെ അടയാളിട്ടത് നിങ്ങളിവിടെ കാണാം.